ഓക്കെ, അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ഇവിടെ ഇന്ന് ആക്ച്വലി ഇച്ചിരി ഇന്റർനെറ്റിന് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇച്ചിരി നെറ്റ് സ്പീഡ് കുറവായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും വെച്ച് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ തന്നെ റീജോയിൻ ആയിക്കോളും. അപ്പം നിങ്ങൾ ഹെഡ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്താൽ മതി, തന്നെ റീജോയിൻ ആയിക്കോളും. പിന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. നമ്മുടെ ഈ ഒരു പുതിയ സിസ്റ്റം, ചാർട്ട്ലെസ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പം എല്ലാവരും ട്രേഡിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുന്ന പാർട്ടാണ് ചാർട്ട്സ്, അതിൻ്റെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നതാണ് ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിന് തന്നെ ബേസിക്സ് ആയിട്ട് എല്ലാവരും പഠിപ്പിക്കുക. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നമ്മൾ ഫ്രണ്ടോട്ട് വെക്കുമ്പം നമ്മുടെ വീഡിയോസ് കണ്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തൊക്കെ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു വെബിനാർ ആയിട്ട് നടത്തുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ബിക്കോസ് നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഗ്രൂപ്പിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഡയറക്റ്റ്ലി വോയിസിലല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ, അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് ഇത് പഠിക്കാനറിയാം. അപ്പം നമുക്ക് ചാർട്ട്ലെസ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ചാർട്ട്ലെസ് ട്രേഡിംഗ്? ഇപ്പം ഈ എല്ലാ സിസ്റ്റംസും ഉള്ളിടത്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചാർട്ട്ലെസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരേണ്ട ആവശ്യം? ഓൾറെഡി ഉള്ള ചാർട്ട്സും ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ചാർട്ടറൊക്കെ മാറ്റിയിട്ട് എന്തിനു വേണം ഈ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്ന് ചിന്തിച്ച് നോട്ട്സ് എഴുതാനായിട്ട് നോ പ്രോബ്ലം, നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാം. ബിക്കോസ് ഞാൻ കുറേ പോയിന്റ്സ് പറയുന്നുണ്ടാവും. പിന്നെ ആക്ച്വൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈവൻ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഈവൻ ഇത് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡിങ്സ് തരുന്നതായിരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എഴുതിക്കോ. പിന്നെ ചാർട്ട്ലെസ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്തിന് ഇത് എടുക്കണം എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ, എന്നെ ഇതിലേക്ക് പുഷ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ട്രേഡറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ട്രേഡിംഗ് സ്ക്രീനിലുള്ള ക്ലട്ടർ. ഈ ക്ലട്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വലിയ ഇഷ്യൂ ആണ്. ബിക്കോസ് ഒരു മൾട്ടിപ്പിൾ ചാർട്ട്സ് നോക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയില്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പം നമുക്ക് ആക്ച്വൽ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള 4 ബാങ്കുകളുടെ ചാർട്ട്സ് വേണം, വേറെ കുറച്ച് ചാർട്ട്സ് വേണം, നമ്മുടെ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ്റെ ചാർട്ട് വേണം, ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് വേണം. ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ബാലൻസിലാണ് നമ്മൾ ഓക്കെ ഇവിടെ ഡിസിഷൻ എടുക്കാമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇത്രയും ചാർട്ട്സ് എല്ലാം വിസിറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുകയും നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഫിയർ വരും. വോയിസ് ഇഷ്യൂ ഉണ്ടോ ആർക്കൊക്കെ? നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് പേടി വരും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പല എൻട്രീസ് എടുക്കാണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. അപ്പോൾ ഈ ഒരു സംഭവം കാരണമാണ് മെയിൻ ആയിട്ട് ചാർട്ട്ലെസ് ട്രേഡിങ്ങിൻ്റെ ഗുണം. ചാർട്ട്ലെസ് ട്രേഡിങ് നമുക്കൊരു ചെറിയ ഒരു 13 ഇഞ്ച് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ആക്ച്വലി എക്സ്ട്രാ സ്പേസ് കിടക്കുക. ഞങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പിന്നീട് കാണിക്കാം. നിങ്ങൾക്ക് അപ്പോൾ കാണാം, ഒരു 13 ഇഞ്ച് സ്ക്രീൻ പോലും വേണ്ടി വരുന്നില്ല നമുക്ക്. നന്നായിട്ട് അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിനകത്തൂടെ മനസ്സിലാവുകയും ചെയ്യും. ബിക്കോസ് നമ്മൾ ഈ ചാർട്ട് കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫിഗേഴ്സ് കാണുമ്പം നമ്മൾ വളരെ ഒബ്ജക്റ്റീവ്ലി ഡിസിഷൻ എടുക്കും. അല്ലാണ്ട് നമ്മൾ ഈ ഇമോഷൻസ് ഒത്തിരി നമ്മളെ ഡ്രൈവ് ചെയ്യത്തില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിന്റെ മൂവ്മെന്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് ഫിയർ വരും. ചിലതിലോട്ട് നമ്മൾ അറിയാണ്ട് തെറ്റായ ഡിസിഷൻസിലോട്ട് നമ്മൾ പോയി ഏർപ്പെടും. ഇങ്ങനൊരു ഇഷ്യൂ പലപ്പോഴും സംഭവിക്കും. പക്ഷേ ഇവിടെ ഈ ചാർട്ട്ലെസ് ആവുന്നതോടെ ആ ഒരു ഇഷ്യൂ ഇല്ല. എല്ലാവർക്കും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വേണ്ട കാര്യം മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ. അതാണ് പിന്നെ ഫസ്റ്റ് വൺ. പിന്നെ ഫോക്കസ്, അത് നമ്മളിപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ചിരുന്നു. പിന്നെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്ക്രീൻ സ്പേസ്. നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് എവിടെ പോയിരുന്നാലും ട്രേഡ് ചെയ്യാൻ പറ്റണം. അത് വിചാരിച്ച് ഫോണിൽ കൂടെ ട്രേഡ് ചെയ്യാം എന്ന് പറയുന്നത് ആക്ച്വലി എത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മളൊരു പൊസിഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ മൊബൈലിൽ കൂടെ ട്രേഡ് എടുക്കാം. പക്ഷേ ഒരു ആക്ച്വൽ ഓപ്ഷൻ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചോളം ഫോണിൽ കൂടെ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും അഡ്വൈസബിളേ അല്ല. ബിക്കോസ് നമുക്ക് എഫിഷ്യൻസി ഇല്ല, നമുക്ക് ഡിസിഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ ഒരിടത്ത് ട്രേഡ് എടുത്തു, പിന്നെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പല തെറ്റായ ഡിസിഷൻസിൽ പോയി നമുക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അഥവാ നിങ്ങളിപ്പോൾ ഒരു പൊസിഷനാണ് എടുക്കുന്നത്, നിങ്ങളൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് എൻട്രി എടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് എൻട്രി എടുത്തു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫാസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് ഡേ ട്രേഡിങ് ഫുൾ ടൈം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഫോണിൽ പറ്റില്ല, കമ്പ്യൂട്ടർ തന്നെ വേണം. അതും വിൻഡോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ആപ്പിൾ ആണ്. പക്ഷേ വിൻഡോസ് കമ്പ്യൂട്ടറിലെ നമ്മുടെ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യത്തുള്ളൂ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്, നമ്മുടെ HTS ട്രേഡിംഗ് ടെർമിനലും എല്ലാം. അപ്പോൾ ഈ ചാർട്ട്ലെസ് ട്രേഡിങ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാർട്ട്ലെസ് ട്രേഡിംഗ് എന്തിനാന്ന് പഠിച്ചു.
ഇനിയിപ്പം ഈ ചാർട്ട്സ് എസെൻഷ്യൽ ഫോർ ഡേ ട്രേഡിംഗ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, സ്കാൽപ്പിംഗ് പോലാണോ നമ്മുടെ ഒരു ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം ഒരു സ്കാൽപ്പിങ്ങിന്റെ പോലെ വരും. പക്ഷേ സ്കാൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല 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 ടൈപ്പ് എൻട്രീസ് എടുക്കുക. പക്ഷെ നമ്മൾ അങ്ങനല്ല. ഒരു ഡിഫൈൻഡ് പാറ്റേൺ ഉണ്ട് നമുക്ക് എൻട്രി എടുക്കുന്നതിനും എക്സിറ്റ് എടുക്കുന്നതിനും. ആ ഡിഫൈൻഡ് പാറ്റേൺ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ചെയ്യുന്ന വേറെ ആൾക്കാർ ഞാൻ എൻ്റെ അറിവിലായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ബിക്കോസ് നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്കാൽപ്പേഴ്സ് പോലും അവർ ഓപ്പർച്യൂണിറ്റി കാണുന്നു, എൻട്രി എടുക്കുന്നു, ഒരല്പം പ്രോഫിറ്റ് എടുത്തു, മാറി, അങ്ങനെ. പക്ഷെ അവർ എപ്പോഴും അതിങ്ങനെ റിപ്പീറ്റഡ്ലി ആ സെയിം പാറ്റേൺ അല്ല ഫോളോ ചെയ്യുക. ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും. അപ്പോൾ ഈ ചാർട്ട്സ് ശരിക്കും എസെൻഷ്യൽ ആണോ ഡേ ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ട്സ് എസെൻഷ്യൽ അല്ലാന്നേ ഞാൻ പറയൂ. ബിക്കോസ് ചാർട്ട്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടേം പേർപ്പസുകൾക്കും അങ്ങനെയുള്ള എൻട്രികൾ നമ്മൾ ഈ ഒരു പാറ്റേണിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഓവറോൾ മാക്രോ എൻവയൺമെൻറ്റിനെ മനസ്സിലാക്കാനാണ് നമുക്ക് ചാർട്ട്സ് ആവശ്യമുള്ളത്. പക്ഷേ ആക്ച്വലി ഡേ ടു ഡേ നമ്മൾ ലൈവ് ആയിട്ടിരുന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചാർട്ട്സ് ശരിക്കും നമുക്കൊരു ഡിസ്ട്രാക്ഷനാണ്. നമ്മളെ ശരിക്കും അത് പല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ നമ്മളെ വഴുതി കളയും. അപ്പം ഇതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണും. പക്ഷേ അതിനകത്ത് വേറൊരു വലിയ കാര്യം വരും. ഇപ്പം ഞാനിതൊക്കെ പറയുന്നു, ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെ ഞാൻ എന്താണ് ഇതിലേക്ക് എത്താനുള്ള കാരണം നിങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹം കാണും. ആദ്യം ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒട്ടും സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ആക്ച്വലി ACCA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ നമ്മുടെ സെയിം നാട്ടിലെ CA ആണ്. അപ്പം ഞാൻ UK എന്നാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഏജ് 18 മുതൽ ഞാൻ ട്രേഡിങ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ട്രേഡിങ് 18 മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി 10th തൊട്ടേ എനിക്ക് ഈ ട്രേഡിങ് അങ്ങനത്തെ ഒരു സംഭവത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 10th കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ട്രേഡിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് കാണുകയും പഠിപ്പിക്കുന്ന ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ബേസ് നോളജ് എല്ലാം ഉണ്ടാക്കി. അപ്പം ഈ നമുക്ക് ബേസിക്സ് എല്ലാം മനസ്സിലായതിനു ശേഷം വൺസ് ഞാൻ 12th കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആക്റ്റീവ് ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാവുന്ന ഒരു ലെവലിലേക്ക് ഞാൻ വന്നു. അപ്പോൾ ഞാനൊരു 2-year പീരീഡ് ഇതിനു വേണ്ടി പഠിക്കാനുള്ള ടൈം കൊടുത്തു. അപ്പോൾ അതാണ് മെയിൻ ഒരു കാര്യം. ഒരുപാട് പേര് പുതിയ ട്രേഡിങ്ങിൽ ഇറങ്ങുമ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി പെട്ടെന്ന് വന്ന് പൈസ ഉണ്ടാക്കി തിരിച്ചു പോകണം. അങ്ങനല്ല, നമ്മളൊരു പഠിക്കാനുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ ട്രേഡിങ്. ഒരു കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വർഷമാണ് ഒരു വെറും BCom ഡിഗ്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ട്രേഡിങ് പോലെ ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഗ്രി നിങ്ങൾക്ക് എത്ര ടൈം നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആവണം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിങ് വളരെ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് ഞാൻ അറൗണ്ട് ഒരു 6 months ആയിട്ട് ഞാൻ ഈ ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയണം. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് റിയൽ മാർക്കറ്റിൽ നമ്മൾ അതിന് എൻട്രി എടുത്ത് എക്സിറ്റ് എടുക്കണം. ഞാനൊക്കെ ആക്ച്വലി ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം പേപ്പർ ട്രേഡിംഗ് ഒന്നും അത്ര എഫക്റ്റീവ്ലി അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ പേപ്പറിൽ ഞാൻ നോട്ട് ചെയ്യും, ഈ പ്രൈസിൽ ഞാൻ എൻട്രി എടുത്തു, ഈ പ്രൈസിൽ ഞാൻ എക്സിറ്റ് എടുത്തു. ഞാൻ അത് പ്രൈസിങ് വരുന്നതനുസരിച്ച് ഞാൻ ടൈമും ഇതും എഴുതിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് ജസ്റ്റ് വയ്ക്കും. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഓക്കെ ഈ ടൈമിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ഇത് ഇവിടുന്ന് ഇവിടെ വരെ പോകും, എന്നിട്ട് ഞാൻ എൻട്രി എടുത്തു, അപ്പോൾ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. നമുക്കൊരു പഠിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾക്കിപ്പം പേപ്പർ ട്രേഡിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല അടിപൊളി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഏതൊരാൾ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഈ ചാർട്ട്ലെസ് ട്രേഡിംഗ് ചെയ്യണമെന്ന് ഞാൻ ഒരു നിർബന്ധം പറയത്തില്ല. ഏത് സ്ട്രാറ്റജി ചെയ്യുന്ന ആളും ആദ്യം പേപ്പർ ട്രേഡിംഗ് വെച്ച് തുടങ്ങുക. അപ്പം അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഞാൻ ട്രേഡിംഗ് ആണോ എൻ്റെ ഒൺലി ഇൻകം സോഴ്സ്? അല്ല. നമ്മൾ ട്രേഡിങ്ങിനെ വെറും ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ഫസ്റ്റ് ഇൻകം സോഴ്സ് ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ ഒരു ലെവലിലൊക്കെ എത്തിയ ആളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതുപോലെ ട്രേഡിംഗ് ഇൻകം കാണും. പക്ഷേ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ട്രേഡിംഗ് ഇൻകം മാത്രം ഒരു ഇൻകം സോഴ്സ് ആക്കി വെക്കാൻ പാടില്ല. ഞാൻ ആക്ച്വലി നമുക്കൊരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് ഒരു കമ്പനി ഞാൻ അതും ഒരു 19 ഒക്കെ ആയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ കൊണ്ട് നടക്കുന്നതിൻ്റെ കൂടെ രാവിലെ ടൈമിലാണ് ഞാൻ ഈ ട്രേഡ്സ് ഒക്കെ എടുക്കാറ്. ബിക്കോസ് എൻ്റെ വർക്ക്സ് മോസ്റ്റ്ലി ആഫ്റ്റർനൂൺ ആണ് വരിക. നമുക്ക് ആഫ്റ്റർനൂൺ ടൈം വർക്കിന് പോകാം, മോർണിംഗ് ടൈം എനിക്ക് ഇച്ചിരി ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ട്രേഡ്സ് എടുക്കാം. ആ രീതിയിലാണ് ഞാൻ കൊണ്ടുപോയിരുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്നൊരു കോൺസ്റ്റൻറ്റ് ഇൻകം സോഴ്സ് ഉണ്ട്. നമുക്ക് അഥവാ ഇപ്പോൾ ഒരു ലോസ് വന്നാലും, അഥവാ ഇപ്പം ഈ മാസം ഇൻകം ഉണ്ടായില്ലെങ്കിലും നമുക്ക് ഇൻകമിനെ നമ്മളെ ലൈഫ് സ്റ്റൈലിനെ നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല.
പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്റ്റിൽ സ്റ്റുഡൻ്റ് ആയിരുന്നത് കൊണ്ട് എനിക്ക് ഇൻകം സോഴ്സ് അത്ര വലിയൊരു പ്രശ്നമല്ലായിരുന്നു. ബിക്കോസ് ഓൾറെഡി എൻ്റെ പേരൻസ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്യുക ആ പീരീഡ് ഓഫ് ടൈം. പക്ഷേ അഥവാ ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ഉള്ള ആൾ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ടയിൽ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ബേർഡൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ്സ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻകം പ്രോപ്പർലി കണ്ടിന്യൂ ചെയ്യുക. ഡേ ട്രേഡിങ് നിങ്ങൾ സൈഡിൽ കൂടെ ചെയ്യുക. ഒരു ഇച്ചിരി ഡേ ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് സൈഡിൽ കൂടെ ട്രേഡ്സ് എടുത്ത് തുടങ്ങുക. അങ്ങനെ 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 പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി എൻ്റെ 12th കഴിഞ്ഞ് ഞാൻ ACCA ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ACCA എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതും ഞാൻ ചെയ്തതിൻ്റെ റീസൺ ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഫൈനാൻസ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് വേണം എന്നുള്ളൊരു ആഗ്രഹം കാരണമാണ്. പിന്നെ ഞാൻ ഇനിഷ്യലി തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രാറ്റജീസ് ട്രൈ ഔട്ട് ചെയ്തിട്ടാണ്. ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം പലപ്പോഴും നമുക്ക് ലോസസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇനിഷ്യലി പ്രോഫിറ്റ് ഉണ്ടാക്കും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്ട്രാറ്റജി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ലോസസിലേക്ക് പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ മാറും. അപ്പം ഇങ്ങനെ പല ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ പ്രോഫിറ്റ് ഈവൻ കണ്ടു, പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല. ആ നോട്ട് ബുക്ക്ഡ് എന്ന് പറയുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. നമുക്കത് പ്രോഫിറ്റ് കണ്ടതുകൊണ്ട് കാര്യമില്ല. ഒരുപാട് പേര് പ്രോഫിറ്റുകൾ കാണും, പക്ഷെ നമ്മളത് ബുക്ക് ചെയ്യാണ്ട് പ്രോഫിറ്റ് പോയി ലോസുമായി പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം പ്രോഫിറ്റ് വന്നാൽ അത് ബുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതാണ് ഈ ചാർട്ടർ സിസ്റ്റത്തിൻ്റെ വേറൊരു വലിയ ഗുണം. നമുക്ക് ഈ ഒരു പ്രോപ്പർ സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നു, നമ്മൾ എക്സിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതും നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പറയുകയാണ്, ₹5 മാത്രമാണ് നമ്മൾ ട്രേഡ്സിൽ പ്രോഫിറ്റ് എടുക്കുന്നത്, അല്ലാണ്ട് വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്നില്ല. അതാണ് നമുക്ക് ഇതിലേക്ക് വന്നത്. ആ ഒരു ചേഞ്ച് വന്ന് നമുക്ക് പതിയെ 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 പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കയറാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ചാർട്ട്ലെസ് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ലാസ്റ്റ് 1.5 to 2 years ആയിട്ട് നമ്മൾ ഈ ചാർട്ട്ലെസ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഒരു ചാർട്ട്സും നോക്കാറില്ല. നമുക്ക് അതിൻ്റെ തലേന്നത്തെ ദിവസം, ഇപ്പോൾ ഒരുപാട് പേര് പറയും നമുക്ക് മാർക്കറ്റ് ന്യൂസ് അറിയണം, നമുക്ക് മാർക്കറ്റിൻ്റെ വീഡിയോസ് കാണും, പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്, പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഒക്കെ ഇരുന്ന് കണ്ട് 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 ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നോളജ് ഗെയിനിങ് നല്ലതാണ്, പക്ഷേ ആക്ച്വൽ ട്രേഡിങ്ങിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സംഭവം, നമുക്ക് ലൈക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. നമ്മൾ ട്രേഡിംഗ് ടെർമിനൽ തുറക്കുക, അന്നേരത്തെ സിറ്റുവേഷൻ എന്താണോ അപ്പം ട്രേഡ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ട്രേഡിങ്ങിനെ എപ്പോഴും ഒരു ഹോബി ആയിട്ട് കാണരുത്. ട്രേഡിങ്ങിന് ഒരു ഹോബി ആയിട്ട്, അല്ലെങ്കിൽ അതൊരു ഡ്രഗ് പോലെ, ഈ ഒരു ഹൈ തരുന്ന സംഭവം പോലെ. പലർക്കും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ഉണ്ടെങ്കിലും അവർക്കത് വിട്ടു പോകാൻ പറ്റില്ല. അത് എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് എന്ത് ലഹരിയാണ്, ഇന്ന് കിട്ടാൻ നാളെ കിട്ടും, നാളെ കിട്ടും, നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. ഒരിക്കലും ട്രേഡിങ്ങിനെ അങ്ങനെ കാണരുത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ബിസിനസ് ആയിട്ട് കാണണം. എന്തിന് ബിസിനസ് ആയിട്ട് കാണണം? ബിക്കോസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പൈസ എങ്ങോട്ട് കൊടുക്കുന്നു, നമ്മൾ ആ പൈസ വെച്ച് ബൈ ആൻഡ് സെൽ. ഒരു ട്രേഡർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അയാൾ ഒരിക്കലും ലോസിൽ സെല് ചെയ്ത് ബിസിനസ് കണ്ടിന്യൂ ചെയ്തില്ല. 1-2 പ്രാവശ്യമൊക്കെ ലോസ് കുഴപ്പമില്ല, പക്ഷേ എല്ലാ ദിവസവും ലോസ് വന്നാൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും, പൂട്ടിക്കൊണ്ട് പോകണം. അത് പൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യണം. അതിനെ ട്രേഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിരുന്നു. നിങ്ങളുടെ സിസ്റ്റം ഒന്നെങ്കിൽ തെറ്റായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെൻറ്റാലിറ്റിയിൽ വ്യത്യാസം കാണും. നമ്മുടെ ട്രേഡിങ്ങിൽ ഇപ്പം തന്നെ ഞാൻ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന റീസൺ, നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ആക്കേണ്ട ഒരു വലിയ ആവശ്യമാണ്. നമുക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെൻറ്റൽ ഗെയിമാണ്. നമുക്ക് ട്രേഡിങ്ങിൽ എത്രത്തോളം ടെക്നീക്സ് ഉണ്ടെങ്കിലും മൈൻഡാണ് ഫസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റേണ്ടത്. ഇപ്പോൾ ട്രേഡിങ്ങിന് എപ്പോഴും ഒരു ബിസിനസ് ആയിട്ട് കാണുക. നിങ്ങൾ പൈസ ഇടുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ അത്രയും മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ അർഹതയുള്ളൂ. അല്ലാണ്ട് നമ്മൾ എത്ര പൈസ ഇട്ടാലും നമുക്ക് അതിൻ്റെ ഡബിളും ട്രിപ്പിളും കിട്ടുമെന്ന് വിചാരിക്കരുത്. ആ ട്രേഡിംഗ് സിസ്റ്റംസ് എല്ലാം കുറച്ച് നാളത്തേക്ക് നിൽക്കൂ. ആ ട്രേഡിംഗ് സിസ്റ്റം കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലെ പൈസ വാരിക്കൊണ്ട് അത് പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതൊരിക്കലും കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ഒരു സിസ്റ്റമായി തരില്ല. ബിക്കോസ് അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പിന്നെ പൈസയ്ക്ക് ആൾക്കാരെന്തിനും അധ്വാനിക്കേണ്ട ആവശ്യം? ഇത്ര എളുപ്പമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അതിനെ ഒരു ബിസിനസ്സായിട്ട് കാണുക, ഒരു പെർസെൻറ്റേജ് റിട്ടേൺ പഠിക്കുക. സോ നമുക്കിവിടെ ഗ്രൂപ്പിൽ വി ഓൾസോ ഹാവ് സം പീപ്പിൾ ഹു ഡു നോട്ട് നോ മലയാളം. സോ ഐ വാസ് ടെല്ലിങ് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് ഹൗ വി ആർ thinking about trades. So I will suggest you, if you could, I think maybe we can join a separate section for English speakers. I think that would be better. ഇത് ആരാണ് നമ്മുടെ ഇതിനകത്ത് കയറി അനോട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ, ആരും അനോട്ടേറ്റ് ചെയ്യില്ലേ, നമുക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും മറ്റുള്ളവർക്ക്.
അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചും ഈസി. ഓക്കെ, നോ പ്രോബ്ലം. സോ ഇപ്പം നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രേഡേഴ്സും പൈസ ലൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ട്രേഡിംഗ് സിസ്റ്റത്തിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് 99% ആൾക്കാരില്ല, 95% ഓഫ് ദ ട്രേഡേഴ്സും ലോസിലാണ് നിൽക്കുക. അത് നമ്മുടെ സെറോദയുടെ ഫൗണ്ടറായിട്ടുള്ള നിതിൻ കാമത്ത് തന്നെ പബ്ലിക്കലി ഇടുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് ട്രേഡിംഗ് ആപ്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ വരും ഇത് ഡെറിവേറ്റീവ്സ് ഇതെല്ലാം ഭയങ്കര റിസ്കി സംഭവമാണ്, നിങ്ങൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നവർ ഇത്ര പേര് ലോസ് ഉണ്ടാക്കുന്നൊക്കെ. പക്ഷേ ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നവർ മോസ്റ്റ്ലി സെല്ലേഴ്സ് ആയിരിക്കും. ആ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബയേഴ്സിന് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, സെല്ലേഴ്സിനാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ ഒരു ഫാക്ടർ കേൾക്കാത്ത ഒരുപാട് പേരും കാണത്തില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്, ഓപ്ഷൻ സെല്ലിങ്, ഈ ഒരു സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് സെല്ലേഴ്സിന് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബയേഴ്സിന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബയേഴ്സിന് ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ ഇല്ല ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അതാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ സെല്ലേഴ്സിൽ പ്രോഫിറ്റ് ഇച്ചിരൂടെ കൂടുതൽ ഉണ്ടാക്കുന്ന റീസൺ എന്താ? അവരുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു 5 lakh ഒക്കെയാണ് ഒരു സെല്ലർ ഈസി ആയിട്ട് ഏതൊരു സെല്ലേഴ്സിൻ്റെ കയ്യിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. അപ്പോൾ ഈ 5 lakhനകത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? വെറും 5,000, 3,000, 7,000 ഈ റേഞ്ച് അവർ എക്സ്പെക്ട് ചെയ്തു. അതുപോലും കൂടുതൽ അവരത്ര കുറവാണ് പെർസെൻറ്റേജ്. 5 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 5,000 എന്ന് പറയുന്നത്? 1%. അപ്പോൾ 1% പ്രോഫിറ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇതിനെ ഒരു ബിസിനസ് പോലെ കാണുന്നു. പക്ഷെ നമ്മൾ ഓപ്ഷൻ ബൈങ്ങിൽ പോകുമ്പോൾ എന്താ പ്രശ്നം? ഓപ്ഷൻ ബൈങ്ങിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ക്യാപിറ്റൽ ഇല്ലാത്തവരാ, വളരെ ചെറിയ ലെവലിൽ നിന്ന് തുടങ്ങുന്നവരാ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ ഇടയെ വെച്ച് നമ്മൾ സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ളവരാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ ബൈങ്ങിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇല്ല, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണം. 5,000 രൂപ ക്യാപിറ്റൽ ഇടുകയും വേണം, 2,000 രൂപ പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. ഇപ്പോൾ ഒരു ദിവസം നടക്കും, പക്ഷേ എല്ലാ ദിവസവും നടക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഓപ്ഷൻ ബയേഴ്സ് പൈസ ഉണ്ടാക്കില്ല, ഓപ്ഷൻ സെല്ലേഴ്സ് പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ലോകത്തിലേക്ക് വന്നത്. ഇപ്പം നമ്മുടെ ഷാരിഖ് ബ്രോയും ഒക്കെ പറയുന്നുണ്ട് ഓപ്ഷൻ സെല്ലിങ്ങിൽ ആൾ പോകുന്നതിൻ്റെ റീസൺ എന്താ? ആൾക്ക് വീക്ക്ലി 1% ക്യാപിറ്റൽ മതി, ലൈക്ക് പ്രോഫിറ്റ് മതി. വീക്ക്ലി 1% എന്ന് ചോദിക്കാം, വീക്ക്ലി 1%. അപ്പോൾ ആ ലെവലിലാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരതിൽ ഹാപ്പിയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ ചെറിയ ക്യാപിറ്റൽ വെച്ച് വലുതാക്കാനല്ല ട്രൈ ചെയ്യുന്നത്. ദേ ട്രൈ ടു ബ്രിങ് ഇൻ ന്യൂ ക്യാപിറ്റൽ. ദേ ബ്രിങ് ന്യൂ അവർ പുതിയ ക്യാപിറ്റൽ കൊണ്ടുവരും. അവരപ്പോൾ എന്തെങ്കിലും വേറെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിന്നുള്ള ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ഇതിനകത്തെ ക്യാപിറ്റലിന് ചെറിയൊരു ഗ്രോത്ത് അവർക്ക് കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ്? ഒരു വർഷത്തിൽ 14% ഒക്കെ കിട്ടിയാൽ ഓ അടിപൊളി എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക്. 14% ഒക്കെ എന്ന് പറഞ്ഞാൽ വി ആർ സോ ഹാപ്പി. ഞാൻ പോലും ഹാപ്പിയാണ്. മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ FD ഒക്കെ 8%, 9% എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഭ്രാന്ത് പിടിച്ച ബാങ്കിൽ കൊണ്ടിടും, ഈവൻ ആ ബാങ്ക് പൊളിയാൻ പോകുന്ന ബാങ്ക് ആണെങ്കിലും. അപ്പോൾ അവിടേക്ക് എത്രയും റിട്ടേൺ മതി. പക്ഷെ നമ്മളൊന്ന് ഓപ്ഷൻസിലോട്ട് ഇറങ്ങുന്നതും നമുക്ക് പിന്നെ ഭയങ്കര റിട്ടേൺ വേണം. ആ റിട്ടേൺ വേണം എന്നുള്ള ഒരു ആർത്തിയിലാണ് ഒരുപാട് പേർക്കും പ്രോഫിറ്റ് നഷ്ടപ്പെടുന്നത്. ഇപ്പം നിങ്ങളൊരു ഓപ്ഷൻ ബയറിനെ പോലെ ചിന്തിക്കുക. ഓപ്ഷൻ സെല്ലിങ്ങിന് വരുമ്പം വളരെ ചെറിയ ക്യാപിറ്റലായിട്ട് വന്ന് അതിൻ്റെ ജസ്റ്റ് മാർജിൻ ഫില്ല് ചെയ്യാനുള്ള ക്യാപിറ്റലായിട്ട് വന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാണ്ട് കുറച്ചുകൂടെ വലിയ ക്യാപിറ്റൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. ഇനീഷ്യലി നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈവൻ ലൈക്ക് ജസ്റ്റ് പേപ്പർ ട്രേഡിങ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വെച്ചാൽ നമുക്ക് ആദ്യം പേടി കാണും. ഞാൻ ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ഈ ക്യാപിറ്റൽ എല്ലാം കൂടെ കൊണ്ടിട്ടിട്ട് അവസാനം എൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായ എന്ത് ചെയ്യും? ഇതെല്ലാവരുടെ ഒരു ചിന്തയാണ്. ഞാനും ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ പേടിയാണ് നമുക്ക് ആദ്യത്തെ ആ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ. നമ്മൾ ചിന്തിക്കും, ഈ പൈസ പോയി, ഇനിയിപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിലോ, ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ ആക്ച്വലി ഒബ്ജക്റ്റീവ്ലി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പൈസ എവിടെയും പോകുന്നില്ല. നിങ്ങൾ മാർക്കറ്റിൽ വാല്യൂ ഉള്ള ഒരു സാധനം വാങ്ങിച്ചെന്നേ ഉള്ളൂ. ആ സാധനം വിൽക്കുമ്പോൾ പൈസ തിരിച്ചു കിട്ടും, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ആക്ച്വലി നമുക്ക് ഈ സൂം ആക്ച്വലി ലിമിറ്റഡ് ആണ്, 40 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഇത് കട്ടായി കഴിയുമ്പോൾ നമുക്കിത് റീജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് വഴി ഒന്നുകൂടെ റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് നമ്മൾ നിർത്തുന്നില്ല, നമുക്ക് ഈ ലിമിറ്റേഷൻ ഉള്ളതാണ്. ബിക്കോസ് ഞാൻ ഇതിൻ്റെ ബേസിക് വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇതിനകത്ത്
ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം ഒരു മിനിമം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 40,000 എങ്കിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. അത്രയെങ്കിലും വേണം. അല്ലെങ്കിൽ അതിൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ട്രേഡ്സ്. ഞാൻ ഈ പറയുന്ന സിസ്റ്റം മുഴുവൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് നാൾ ചിലപ്പോൾ ആ പ്രോഫിറ്റ് ഒക്കെ കൊണ്ടുപോകും, പക്ഷെ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആവത്തില്ല. അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇത്രയൊക്കെ ഈ മാർക്കറ്റിൽ ഉള്ള സിറ്റുവേഷൻസ് കണ്ട് മനസ്സിലാക്കിയതും ഈ സിസ്റ്റംസിലൂടെ ഒക്കെ കടന്നു പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു 40,000 to 50,000 ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 lakh വരെ സ്കെയിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. 1 lakh ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കംഫർട്ടബിളി മേക്ക് എ പ്രോപ്പർ ഇൻകം എവറി ഡേ. ലൈക്ക് ഒരു 3,000 to 5,000 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ 1 lakh ക്യാപിറ്റലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് റേഞ്ച് കിട്ടും. ഈവൻ 50,000 വെച്ച് 3,000 ഉണ്ടാക്കാൻ പറ്റും, നോ പ്രോബ്ലം. ബട്ട് ഞാൻ പറയുന്നത് കുറച്ച് കൺസർവേറ്റീവ്ലിയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ട്രേഡിങ് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാനാണ്, അല്ലാണ്ട് ട്രേഡിങ് ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ട്രേഡിങ് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഒരു റീസൺ കാണും. ചിലവർക്കത് പൈസ ഉണ്ടാക്കാൻ മാത്രമായിരിക്കും, ചിലവർക്ക് ഇതൊരു ഹോബി ആയിരിക്കും, ചിലവർക്ക് അവരുടെ വെൽത്ത് ഗ്രോ ചെയ്യാനായിരിക്കും, ചിലവർക്ക് ഇതാണ് സോൾ ഇൻകം സോഴ്സ്. നാളെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ, എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല, ട്രേഡിങ് ചെയ്ത് ഞാൻ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ട്രേഡിങ് എന്തിന് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്ത് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും മാർക്കറ്റ് ഡസൻ നോ ദാറ്റ്. നിങ്ങൾ എന്ത് കാരണത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിന് അറിയത്തില്ല. മാർക്കറ്റിനെ സംബന്ധിച്ചോളം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് മാർക്കറ്റിൻ്റെ രീതിയിൽ മാത്രമേ എടുക്കൂ. അപ്പം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പം എപ്പോഴും ഒബ്ജക്റ്റീവ്ലി നിങ്ങൾ ഒരു ബിസിനസ്സുകാരനെ പോലെ ചിന്തിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ജസ്റ്റ് നമ്മുടെ ഗ്രീഡ് ഫാക്ടർ അതിനകത്ത് കൊണ്ടുവരാണ്ടിരിക്കുക. നമ്മൾ ഗ്രീഡിനെ അവോയ്ഡ് ചെയ്ത് നിർത്തണം. ട്രേഡിങ്ങിൽ ഗ്രീഡ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ടേക്ക് ഓവർ ചെയ്യാൻ സമ്മതിക്കരുത്. ചിലപ്പോൾ നമുക്ക് ഇന്ന് അതിലേറെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ വേണ്ട, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പ്ലാൻ യുവർ ട്രേഡ്, ട്രേഡ് യുവർ പ്ലാൻ. പ്ലാൻ യുവർ ട്രേഡ്. ഞാനിതൊക്കെ എഴുതി കാണിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ പ്ലാൻ യുവർ ട്രേഡ്, ട്രേഡ് യുവർ പ്ലാൻ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ചിലപ്പം, പക്ഷേ ഞാനിത് ഒബ്ജക്റ്റീവ്ലി ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് നമ്മുടെ ഒരു ട്രേഡ് എങ്ങനെ പോകണമെന്ന് നമുക്ക് ഇനിഷ്യലി തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് എൻ്റെ ട്രേഡ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, ആ പ്ലാൻ എന്താണോ ഉള്ളത് ആ പ്ലാനിനെ അതുപോലെ നിങ്ങൾ ട്രേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ട്രേഡിങ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പല തരത്തിലുള്ള നിങ്ങളുടെ മെൻറ്റൽ ട്രോമ കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ പല പ്രോഫിറ്റ് മാർജിൻസ് കാണിക്കുക, നിങ്ങളുടെ മാർക്കറ്റിൻ്റെ വയലൻറ്റ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്യും. അപ്പം നിങ്ങളുടെ പ്ലാനിന് എഗെയിൻസ്റ്റ് ചിലപ്പോൾ മാർക്കറ്റ് പോയി നിൽക്കും. ബട്ട് നിങ്ങൾക്ക് രണ്ട് പ്ലാൻ ഉണ്ടാവും. ഒന്ന് നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോയാൽ, അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ എവിടെ വെച്ച് കട്ട് ചെയ്യണം, വെയർ ടു സ്റ്റോപ്പ് യുവർ ലോസ്. സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു പ്ലാൻ കാണും, എത്രയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം എൻ്റെ ലോസ്. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ലോസസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പം ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും വലിയൊരു മാജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചാർട്ട്ലെസ് ട്രേഡിങ്. ചാർട്ട് ഇല്ലാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു, ജസ്റ്റ് നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് അവർ മാജിക്കൽ 5 rupees പ്രോഫിറ്റ് സിസ്റ്റം. 5 rupees ആണ് നമ്മൾ ആകെ പ്രോഫിറ്റ് എടുക്കുക. നമ്മുടെ ഏതൊരു ട്രേഡും, എന്ത് ട്രേഡ് എടുത്തെന്ന് പറഞ്ഞാലും വി സ്റ്റോപ്പ് അറ്റ് 5 rupees. മേ ബി ഐ ക്യാൻ ഗെറ്റ് 10, മേ ബി ഐ ക്യാൻ ഗെറ്റ് 20, ബട്ട് ഐ ഹാവ് പ്ലാൻ ഇറ്റ്സ് 5 rupees. ആ 5 rupees എന്ന് പറയുന്ന പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ ടു മേക്ക് അൻ ഇൻകം. ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവണം. യു ഷുഡ് ഹാവ് എ പ്ലാൻ. മൈ പ്ലാൻ ഈസ് 5 rupees. യുവർ പ്ലാൻ ക്യാൻ ബി 15 rupees, ബട്ട് ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ്. അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് 15 rupees എന്ന് പ്ലാൻ ഇട്ടാൽ അത് മാർക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ട് ഡെയിലി നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. പറ്റുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ 5 rupees എന്ന് വെച്ചിരിക്കുന്നത് ബിക്കോസ് ഐ നോ ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. എൻ്റെ ഒരു സിസ്റ്റത്തിന് എനിക്ക് ഇനഫ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, എനിക്ക് ഇനഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 5 rupees ഈസ് മോർ ദാൻ ഇനഫ്. ബിക്കോസ് 5 rupees ട്രേഡിൻ്റെ ഗുണം എന്താ, മെയിൻ ഗുണം എന്തായിരിക്കും,
നിങ്ങൾ ചിന്തിക്കുന്നത് 5 rupees എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് എൻട്രി കിട്ടാൻ തന്നെ ഇത്ര പാടാ. ട്രേഡ് എൻട്രി ഇത്ര ഡിഫിക്കൽട്ടായിട്ട് കിട്ടുന്ന ഒരു സാധനം ഞാൻ വെറും 5 rupees എടുത്ത് മാറിക്കഴിഞ്ഞാൽ എനിക്കല്ലേ നഷ്ടം? ഞാനൊരു പൊട്ടനാവുമല്ലേ? ഈ ഒരു ഫാക്ടർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബിക്കോസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഒരു ട്രേഡറിനെ സംബന്ധിച്ചുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. നമുക്കത്ര ഈസി ആയിട്ട് എൻട്രി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ആ ഒരു എൻട്രി സിസ്റ്റം നമ്മൾ കഷ്ടപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ 5 രൂപ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് നഷ്ടമായി. ബാക്കി എത്രയോ പൈസ കിട്ടാവുന്നത് നഷ്ടമായി. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ചാർട്ട്ലെസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനം അവിടാണ് ഫാക്ടർ ഇൻ ചെയ്യുന്നത്. ഈ ചാർട്ട് നോക്കുന്ന നമ്മൾ ചിന്തിക്കും നമുക്ക് എൻട്രി ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ചാർട്ട്ലെസ് സിസ്റ്റം ഉപയോഗിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എവരി സെക്കൻഡ് പ്രൈസസ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു മൂവ്മെന്റ് എപ്പോഴും പ്രൈസിനുണ്ട്. സൈഡ് വേസ് മാർക്കറ്റിനും 142 ആവും, 143 ആവും, 144 ആവും, 141 ആവും, 113 ആവും, 145 ആവും. ഇങ്ങനെ ആ ഒരു ഇടയ്ക്കുള്ള ഒരു പ്രൈസിങ് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾ അവിടെ അതിനിടയ്ക്ക് നിന്നൊരു 5 rupees പ്രോഫിറ്റ് ഉണ്ടാക്കാനോ നമുക്ക് ഇനഫ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അൺലെസ് ആൻഡ് അൺടിൽ നമ്മുടെ മാർക്കറ്റ് നമുക്ക് എതിരെയാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ആ 5 rupees എൻട്രി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതും ഞാൻ എൻ്റെ എല്ലാ ട്രേഡ്സും ഞാൻ എൻട്രി പ്രൈസ് ലിമിറ്റ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. 141 ഞാൻ എൻട്രി എടുത്തു. ഉടനെ തന്നെ ഞാൻ സെൽ ഓർഡർ ഇടും 146. ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല മാർക്കറ്റ് 150 ആവോ, 160 ആവോ, അല്ലെങ്കിൽ 135 ആവോ. ഞാൻ 146 എന്നുള്ള എക്സിറ്റ് ഓർഡർ ഇട്ട് കഴിയും. എൻട്രി കിട്ടുന്നതും എക്സിറ്റ് ഇട്ട് കഴിയും. എൻട്രി ഞാൻ എപ്പോഴും ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കും. ഇപ്പം മാർക്കറ്റ് കറണ്ട് പ്രൈസ് 144 ഓടിക്കൊണ്ടിരിക്കുക. ഐ ഹാവ് എ ഹോപ്പ് 141 കിട്ടും. ഓക്കെ, ഐ പുട്ട് 141. ഞാൻ അഥവാ മാർക്കറ്റ് കുറച്ചും കൂടി ചിലപ്പോൾ ഡിപ്പായിട്ട് തിരിച്ചു കയറുന്ന എൻ്റെ എക്സ്പെക്ടേഷൻ, ഐ എം വെരി ബുള്ളിഷ്, എനിക്ക് ഇന്ന് ഉറപ്പാണ് മാർക്കറ്റ് മേളിലോട്ട് പോവും എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ നിൽക്കുന്നെങ്കിൽ ഞാൻ 141 ഇട്ടതിൻ്റെ കൂടെ 136 ഇടും, 131 ഇടും. ഒരു 3 സ്ലോട്ട് താഴെ ഞാൻ ഇടും പ്രൈസ്. എന്നിട്ട് നമ്മൾ സെല്ലിങ് ഏതാണോ വന്ന് ഹിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ 144 നിന്ന് 141 ഹിറ്റ് ചെയ്ത് 136 ഹിറ്റ് ചെയ്യും. നമ്മൾ ചിന്തിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. അങ്ങനെയല്ല, മാർക്കറ്റ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. മാർക്കറ്റ് ഇങ്ങനെ താഴെ പോയി പിന്നെ തിരിച്ചു കയറും. അപ്പം ആ ഒരു ഡിപ്പ് വരുമ്പം നമ്മൾ 136, ഇഫ് ഇറ്റ് ഈസ് ഇൻ മൈ സേഫ് സോൺ, 136 ഹിറ്റ് ചെയ്യും. ആ 136 141 പിന്നെ ഒന്നിച്ചായിരിക്കും തിരിച്ചു കയറുന്നത്. ദെൻ ഐ പുട്ട് ദ ലിമിറ്റ് ഓർഡർ 141 സെല് ചെയ്യാൻ ലിമിറ്റ് ഓർഡർ ഇടും. സോ 136 വാങ്ങിച്ചത് 141 സെല് ചെയ്യും. 141 വാങ്ങിച്ചത് 146 സെല് ചെയ്യും. അപ്പം ഈ ഒരു സംഭവം സംഭവിക്കും എന്താ, എനിക്ക് ഇവിടെ ഒരു 5 rupee പ്രോഫിറ്റ് കിട്ടി, ഇവിടെ ഒരു 5 rupee പ്രോഫിറ്റ്, 10 rupee പ്രോഫിറ്റ് ടോട്ടൽ കിട്ടി. ഇതൊക്കെ നടക്കുന്നത് ശരിക്കും നിങ്ങൾ വിശ്വസിക്കത്തില്ല. ലൈവ് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു ചാർട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലൈക്ക് എത്ര ടൈം ആണെന്നറിയോ, വിത്തിൻ 1 second 2 seconds ട്രേഡ്സ് കംപ്ലീറ്റ് ആയി. 5 rupees ഹിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഐ എം ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് മാർക്കറ്റ് ചിലപ്പോൾ 131 132 ഒക്കെ ഹിറ്റ് ചെയ്ത് 146 ആയി. പിന്നെയും ഞാൻ അടുത്ത എൻട്രി എടുക്കും 141. ഇഫ് ഐ ആം കോൺഫിഡൻറ്റ് 141 പിന്നെയും ഞാൻ എടുക്കും. യെസ്, റെക്കോർഡിങ്സ് ഞാൻ ഷെയർ ചെയ്യും. ഒരു 2 days ടൈമിൽ ഞാൻ റെക്കോർഡിങ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇപ്പം തന്നെ ഗ്രൂപ്പിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ടൈമിങ്സ് ഒക്കെ ഇഷ്യൂസ് വരുമല്ലോ. അപ്പം പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അപ്പം നമ്മൾ റെക്കോർഡിങ്സ് ഷെയർ ചെയ്യും. ഈ ക്ലാസ് ഇപ്പം ബ്രേക്ക് ആവും. ഇപ്പോൾ 40 minutes ആവാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് പിന്നെയും റീഷെയർ ചെയ്യും. അപ്പം തന്നെ തിരിച്ച് ജോയിൻ ചെയ്യുക. ആരും ലീവ് ചെയ്യണ്ട, ഉടനെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യുക. ബിക്കോസ് നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ബിക്കോസ് നമുക്കൊരു വളരെ ഷോർട്ട് പീരീഡാണ് ഇവിടെ കിട്ടുന്നത്, എൻട്രി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമുക്ക് റീജോയിൻ ചെയ്യാം. ഓക്കെ.